ഉണക്കച്ചെമ്മീനും അതുപോലെ നമ്മുടെ ഈ ഒരു ഡ്രം സ്റ്റിക്ക് മുരിങ്ങാക്കോല് അതും വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള മുളകിട്ട കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറേ നാളായി ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയിട്ട് നല്ല പുളിയും എരിവും ഉപ്പും ഒക്കെ ചേർന്നിട്ട് ആ ചെമ്മീൻ്റെയും അതുപോലെ തന്നെ മുരിങ്ങക്കോലിൻ്റെയും അടിപൊളി ടേസ്റ്റും ഗുണങ്ങളും ഒക്കെയുള്ള നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ വെളിച്ചെണ്ണയാണ് ചേർക്കാറ്, പക്ഷേ എന്തെങ്കിലും ഇപ്പോൾ ഉള്ളത് ഒലീവ് ഓയിൽ ആയതുകൊണ്ട് അത് ചേർത്തു. സ്മെല്ലില്ലാത്ത നല്ല വിർജിൻ ഒലീവ് ഓയിലായിരുന്നു കേട്ടോ, അതുകൊണ്ടിട്ട് ഇത് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അപ്പോൾ കുറച്ചും കൂടി നല്ല സ്മെല്ലൊക്കെ കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് കീറിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മളിതിൽ മുളക് പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്, എന്നാലാണ് ആ കളറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഒരു 4-5 നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. എന്നിട്ട് വേണം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലതായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴാണ് ടേസ്റ്റ്. ഒത്തിരി ഫ്രൈ ആവണ്ട, നല്ലൊരു ഗോൾഡൻ കളറെങ്കിലും ആവണം, ആ മണമൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടണം, കുറച്ചും കൂടി ഒരു റിച്ച് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സവാള കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. ചെറിയുള്ളി തന്നെ ഇഷ്ടംപോലെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷേ അത്രയും നമുക്ക് ക്ഷമില്ലാത്തത് കൊണ്ടിട്ട് ഇതിൻ്റെ കൂടെ ഒരു പകുതി സവാള കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി ഗോൾഡൻ കളറാക്കാം. അതിന് ശേഷം ഒരു തക്കാളി നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി എടുത്തിരുന്ന്, അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉടഞ്ഞൊക്കെ വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അടച്ചു വെച്ച് വേവിച്ചാലും മതി. പക്ഷെ ഞാനിവിടെ വഴറ്റി കൊടുത്ത് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി ചേർക്കുമ്പോൾ തക്കാളിയുടേതായ ഒരു പുളി ഉണ്ടല്ലോ, അത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് കൂടാതെ നമുക്കൊരു ചെറിയ പീസ്, ഒരു ചെറിയ ഉണ്ട പുളിയില്ലേ, സാധാ വാളംപുളി, അത് വെള്ളത്തിലിട്ട് വച്ചേക്കണം കേട്ടോ. അതും ഉപയോഗിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഡ്രം സ്റ്റിക്ക് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കണം. ഡ്രം സ്റ്റിക്കിന് ഒരു 12 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെ വേവുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 12 മിനിറ്റ് to 15 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഏറ്റവും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി വേണം ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ചെമ്മീൻ ഓൾറെഡി ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലിൽ നന്നായിട്ട് വറുത്തെടുത്തതാണ്. ഓൾറെഡി ചൂടാക്കിയിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്യാറ് യൂഷ്വലി. എന്നിട്ട് കുക്ക് ചെയ്യാൻ നേരത്ത് ഒന്നുകൂടി ആ സ്മെല്ലും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കും. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യും. അതിനുശേഷം ഈ അരിപ്പയുടെ പാത്രത്തിൽ എന്താ ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കൊമ്പും ഒക്കെ ഒന്ന് പോയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് വായിലൊക്കെ കുത്തി കയറാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് തിളപ്പിക്കാം. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എടുത്തു വെച്ചിട്ടുള്ള വാളം പുളി നന്നായിട്ട് പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് മുളക് കറിയൊക്കെ ഉണ്ടാക്കില്ലേ, സാധാരണ മുളകിട്ട മീൻകറി, അതുപോലെ തന്നെയാണ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉലുവയുടെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, പകരം പൊടിയാണ് ചേർക്കുന്നത്. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തേങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യണമെന്നില്ല. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് വെള്ളം കൂട്ടി നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുമല്ലോ, ആ സമയത്ത് അതിലേക്ക് ഈ പൊടികൾ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതിയാവും. പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോക്കനട്ട് പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് കലക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി റിച്ച് ആയിരിക്കും, ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇവിടെ കോക്കനട്ട് ഇല്ല എന്നുള്ള ഒരു വാസ്തവം കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിറകിൽ.
പണി എളുപ്പമാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനുണ്ട് ഒന്നുകൂടി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ ഈ ചട്ടിയുടെ ചൂട്ടിലിരുന്ന് കുറച്ചങ്ങോട്ട് വറ്റുമ്പോഴേക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് കുറച്ചും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനുണ്ട്, പുളി ഒഴിച്ചല്ലോ നമ്മൾ, അതുകൊണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സെറ്റായിട്ടുണ്ട് ഏകദേശം. നമുക്കിനി അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഫ്ലെയിമൊക്കെ എല്ലാം സെറ്റായതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്യുന്നതാണ്. കണ്ടോ, മുകളിലൊക്കെ ഇങ്ങനെ ഓയിലൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. എന്നാൽ നല്ല തിക്ക് ഗ്രേവിയൊക്കെയുള്ള അടിപൊളി കറിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ചെമ്മീൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ആ പുളിയും എരിവും ഉപ്പും ആ ഒരു നമ്മുടെ മുരിങ്ങാക്കോലിൻ്റെ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ അടിപൊളിയാണ്. മുരിങ്ങാക്കോലും അതുപോലെ ചെമ്മീനും കുറച്ചധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട.